പമ്പ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകൾ വശമാണ്. അതാണ് ഹിൽ ടോപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനക്കാരടക്കം പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മകരവിളക്ക് ദിവസം ഇവിടെ തമ്പടിക്കാറുണ്ട്. ചിലരൊക്കെ സ്ഥാനം പിടിക്കാൻ വേണ്ടി ദിവസങ്ങൾക്ക് മുൻപേ വന്ന് പർണശാലകൾ കെട്ടി ഇവിടെ ഇരിക്കാറുമുണ്ട്. വിശാലമായ ഭൂപ്രദേശമാണ്, മറ്റ് തടസ്സങ്ങൾ കാര്യമായി ഇല്ലതാനും. അക്കാണുന്നതാണ് പൊന്നമ്പലമേട്. മകരവിളക്ക് തെളിഞ്ഞാൽ ഇവിടെ നിന്നും വളരെ വ്യക്തമായി ആ കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോ വർഷവും ഇവിടേക്ക് ആളുകളെ കൂടുതലായി എത്തിക്കുന്നത്. ഈ അപകടം നടന്ന 1999 ജനുവരി 14 ഇവിടെ വലിയ തോതിലുള്ള ആളുകളുണ്ടായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം അത് 15,000-ആണ്. ഭക്തരെ നിയന്ത്രിക്കാൻ ഇതുപോലെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു ചിലയിടങ്ങളിൽ. മറ്റ് ചില ഭാഗത്ത് വടമാണ് ഉണ്ടായിരുന്നത്. മകരവിളക്ക് ദർശിച്ചതും താഴേക്കെത്താനും ആദ്യ വാഹനം പിടിച്ച് നാട്ടിലേക്ക് പോകാനും ഭക്തർ തിടുക്കപ്പെട്ടു. അങ്ങനെ പലരും ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ പുതിയ വഴികൾ തേടി. വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടായത്. തൽഫലമായി ബാരിക്കേഡുകൾ തകർന്നു, വടം പൊട്ടി, ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. ആദ്യം പോയ ആളുകളൊക്കെ തന്നെ നിലം തെറ്റി വീണു. പിന്നാലെ വന്നവർ അവരുടെ മുകളിലേക്കായിരുന്നു. പലരും ശ്വാസം കിട്ടാതെയും ചവിട്ടേറ്റുമാണ് മരണമടഞ്ഞത്. 53 പേർക്ക് ജീവഹാനി നേരിട്ടു. അതിൽ 10 മടങ്ങ് ആളുകൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് പോലീസ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ചുമട്ടുകാരുണ്ട്, ഇവിടുത്തെ ഡോളിക്കാരെ സാധാരണക്കാരെല്ലാം ആ കൂട്ടത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആംബുലൻസ് പോകുന്നതുകൊണ്ട് കൂടെ എല്ലാവരും പോയി. എൻ്റെ കൂടെ തന്നെ 27 പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാം പോയി ഈ ഇഞ്ചിക്കാട്ടിനകത്ത് ഇവരെല്ലാം വലിച്ചെടുത്ത് വരുന്ന ആംബുലൻസ് കയറ്റി മരിച്ചവരെല്ലാം ഇങ്ങോട്ടും കൊണ്ടുവരുമായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമായിരുന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം ആകെ തകരാറിലായി. പ്രദേശത്താകെ ഇരുട്ടായി. വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് അപകടമുണ്ടായത് എന്നുവരെ പ്രചരണമുണ്ടായി. അത് പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിന് ഒരു പരിധിവരെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. വിഷയം സന്നിധാനത്തറിഞ്ഞ് അവിടെ നിന്ന് കൂടുതൽ പോലീസ് എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം തന്നെ തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നവർ കരിക്കാൻ ചവിട്ടി താഴെ വീഴുക. അവിടെ അങ്ങ് ഇടിയുവാണ്. അവിടെ നന്നായി ഇന്നും കാണുന്ന പോലെ കെട്ടൊന്നുമില്ല. ഇടിഞ്ഞ് താഴോട്ടിങ്ങി പോയി വീഴുമായിരുന്നു. ഈ വന്ന ജനം മുഴുവൻ ഇതിൻ്റെ പുറത്തോടെ ചവിട്ടിയാണ് ഇവരെല്ലാം ഇത്രയും പേരും മരിക്കാൻ തന്നെ കാരണം. ഇതര സംസ്ഥാനക്കാരടക്കം 53 തീർത്ഥാടകർക്ക് ജീവഹാനി നേരിട്ടു. 100 കണക്കിന് ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചു. ശബരിമല തീർത്ഥാടന കാലത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായിട്ടാണ് ഹിൽ ടോപ്പ് ദുരന്തം കണക്കാക്കപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ അന്നുണ്ടായ പോരായ്മകൾ പരിഹരിക്കാൻ പിൽക്കാല ശ്രമങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പമ്പയിലേക്ക് എത്താൻ സമാന്തര പാത നിർമ്മിക്കുമെന്നുവരെ അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഹിൽ ടോപ്പിൽ നിന്നും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.